അപ്പോൾ ഇത് നമ്മുടെ വെസ്റ്റ് ബംഗാൾ പ്ലാന്റ്സ് ആണ് അല്ലേ? അതെ, വെസ്റ്റ് ബംഗാളിൽ നിന്ന് വന്ന വലിയ വലിയ പ്ലാന്റ്സ് ആണ്. ഇപ്പോൾ റൂട്ട് പ്രൂണൊക്കെ കഴിഞ്ഞ് മാങ്ങയൊക്കെ പറിച്ചു. സീസണിൽ കുറേ പലതും മാങ്ങ നമ്മളെൻ്റെ കാഴ്ചയായിരുന്നു, ഒക്കെ പറിച്ച് കഴിഞ്ഞതാ. ഇനിയിപ്പോൾ കാറ്റിമോൺ, ലേറ്റ് സീസൺ കാറ്റിമോൺ മാങ്ങ ഉണ്ട്. അപ്പോൾ ബനാന, പിന്നെന്താണ് കിങ് ഓഫ് ചക്കപ്പത്ത്, കാറ്റിമോൺ, R2E2 ഉണ്ട്. അങ്ങനത്തെ കുറേ വെറൈറ്റികളാണ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ തന്നെ വെസ്റ്റ് ബംഗാളിൽ വന്നിട്ട് റൂട്ട് പ്രൂൺ ചെയ്തു, ശരിക്കും ഹാർഡ് പ്രൂൺ ചെയ്തിട്ടിരിക്കുക. അപ്പോൾ നെക്സ്റ്റ് ഇയറിലേക്കാണ് നമ്മളിതൊക്കെ ഫോക്കസ് ചെയ്യുന്നത്. വലിയ വലിയ മാവുകൾ അടുത്ത വർഷത്തേക്കാണ് ഉദ്ദേശിക്കുന്നത്. തൈ ഒന്നുകൂടി ഉഷാറായിക്കോട്ടെ. ഒരാൾക്ക് കൊണ്ടായി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ വെക്കാം. നമുക്ക് ചട്ടിയിലാണെങ്കിൽ ചട്ടിയിൽ വെക്കാം, മണ്ണിൽ ഇറക്കണമെങ്കിൽ അങ്ങനെ ഇറക്കാം. ഇതൊക്കെ ഉണ്ടോ വലിയ പ്ലാന്റുകളാണ്. ഇതൊക്കെ കംപ്ലീറ്റ് ഇതിനെ നമ്മൾ മാക്സിമം ഇത് ചെറുതാക്കിയതാണ്. നമ്മൾ ഇതൊക്കെ വലിയ ഹൈറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ വെട്ടി ചെറുതാക്കിയതാണ്. ട്രെയിൻ ചെയ്ത് റൂട്ടൊക്കെ ഒന്നും കൂടി ക്ലിയർ ചെയ്ത് ഡെഡ് റൂട്ട്സൊക്കെ കംപ്ലീറ്റ് ഒഴിവാക്കി അതിനുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തു. റൂട്ട് ഹോർമോണും കാര്യങ്ങളും കൊടുത്തു. ഇതിപ്പോൾ സ്റ്റംബോറൊന്നും ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഫംഗൽ ഡിസീസും ഉള്ള പ്രൊട്ടക്ഷനാണ് ഈ കാണുന്നത്. അതെ, ഇപ്പം എല്ലാ മാവുകളും എല്ലാം ട്രീറ്റ്മെൻറ്റ് സ്റ്റേജിലാണ്. അതായത് ഇതേപോലെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടാണ് നമ്മളെ കസ്റ്റമറിലേക്ക് എത്തിക്കുന്നത്. ഇതൊക്കെ പുറത്തുനിന്ന് വരുന്ന പ്ലാന്റുകളാണ്. ഇപ്പോൾ നാട്ടിലില്ലാത്ത ഒരാൾക്ക് പിന്നെ ഈ പണിയൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ച് പ്രയാസം ഉണ്ടാവും. ഒരാളെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ സ്ത്രീകളൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. അവർക്കൊന്നും ഇങ്ങനെ മരുന്നടിക്കാനും ട്രെയിൻ ചെയ്യാനൊക്കെ വലിയ പ്രയാസമായിരിക്കും. അപ്പോൾ അതൊക്കെ പരമാവധി ഫുള്ള് കേട് കഴിഞ്ഞിട്ട് നമ്മളായിട്ട് കൊടുക്കുകയാണ്. അതെ, ഇത് ഇനിയിപ്പോൾ പുതിയ ഷൂട്ട്സൊക്കെ വരാനാവുന്നുള്ളൂ. അപ്പോൾ അടുത്ത കൊല്ലാകുമ്പോഴേക്കൊന്നും കൂടി കരുത്ത് വരും തൈകൾക്ക്.